വളരെ ന്യൂനപക്ഷം വരുന്ന ചില തീവ്രവാദ സ്വഭാവമുള്ളവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. ലവ് ജിഹാദ് എന്ന പദപ്രയോഗത്തിൽ അവർക്ക് വിഷമം അംഗീകരിക്കും പോലും അങ്ങനെ ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട്, ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ട് എന്നുള്ള ബോധ്യമാണ് സഭയ്ക്കുള്ളത്. അത് തന്നെ. അതിന് പക്ഷേ ഉദാഹരണം പറയാൻ ഒരിക്കലും സഭയ്ക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയില്ല അതിനകത്ത്. ഉദാഹരണം പറയുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ മാതാപിതാക്കൾ പങ്കുവയ്ക്കുന്ന നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ സഭ ഔദ്യോഗികമായ ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പോളിസിയുടെ ഭാഗമല്ല. അതേസമയം ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഇതിനെതിരായി പ്രവർത്തിക്കുന്ന പല പ്രസ്ഥാനങ്ങളും സംഘടനകളും ഇതിൻ്റെ വ്യാപകമായ ലിസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ട്. ഈ ഒരു സാമൂഹ്യ പ്രശ്നത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യാൻ ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഇതിനെ സംഘടിത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആശങ്ക ഞങ്ങൾക്കുണ്ട്. അവരെ നിശ്ചിത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പരിശീലിപ്പിക്കുകയും മതം മാറ്റുകയും ചെയ്യുന്നു എന്നുള്ള, മതം മാറി എന്നുള്ളതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇത്രയും ഉദാഹരണങ്ങൾ പറയാറുണ്ടെന്ന് പറയുമ്പോൾ പോലും ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ഇത് വരികയോ അങ്ങനെ ഒരു തെളിവായിട്ട് ഈ പറയുന്ന നിങ്ങളുടെ ആശങ്കകൾ സത്യമെന്നുള്ള ഒരു റിപ്പോർട്ടും ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞാൻ. ഏത് അന്വേഷണ ഏജൻസിയാണ് ഇതിനു വേണ്ടി വന്നിട്ടുള്ളത്? ഈ വിഷയം അന്വേഷിക്കാൻ വന്ന ഏത് ഏജൻസിനെയാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്? NIA അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേരളത്തിൽ നിന്നും IS പോയി അവിടെ NIA എവിടെ പോയി അന്വേഷിച്ചതെന്നുള്ളതുകൂടെ നിങ്ങൾ അന്വേഷിക്കുക. എവിടെ പോയിട്ടാണ് അവർ അന്വേഷിച്ചത്? ഈ പ്രതിസന്ധികൾ നേരിടുന്ന മാതാപിതാക്കളോട് സംസാരിക്കുക. ആ മാതാപിതാക്കളുടെ അടുക്കൽ പോയി അന്വേഷിക്കുക. അവർ കൃത്യമായ തെളിവുകൾ തരും. അല്ലാണ്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ അന്വേഷണമാകിയത്. ഈ കോടഞ്ചേരിയിൽ ജോസ്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുമായിട്ട് കല്യാണം കഴിച്ച ഒരു മിശ്ര വിവാഹത്തെ അങ്ങനെ തന്നെയാണോ കാണുന്നത്? ആ വിവാഹത്തിൽ എന്താണ് സഭയ്ക്ക് ആശങ്ക? ആ വിവാഹത്തിലെ ആശങ്ക എന്ന് പറയുന്നത് ഇത് സഭയുടെ ആശങ്ക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ കാര്യത്തിൽ മാതാപിതാക്കൾ പങ്കുവച്ച ആശങ്ക ഗൗരവമുള്ളതാണെന്ന് തന്നെ കരുതാനാണ് ഞങ്ങൾക്കിഷ്ടം. മാതാപിതാക്കളുടെ ആശങ്കയിൽ കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് കടമയുണ്ട്.